തൃശൂർ വെടിക്കെട്ട് മുണ്ടത്തിക്കോട് അപകടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. അപകടം നടന്ന സ്ഥലത്ത് വാഹനങ്ങൾ എത്താൻ കഴിയാത്തത് വീഴ്ചയാണ്. ഷെഡുകൾ അടുത്തടുത്ത് വന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാൻ ശുപാർശ കൊടുക്കുമെന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഈ അപകടത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിന്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. തീർച്ചയായിട്ടും കാണും. ചട്ടലംഘനങ്ങളുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലുകൾ എടുത്തില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ വ്യാപ്തിയുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് വീഴ്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. തീർച്ചയായിട്ടും അപകടരഹിതമായിട്ട് എങ്ങനെ വെടിക്കെട്ടുകൾ നടത്തണം എന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിച്ചേക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അനുസരിച്ച് വേണം ജുഡീഷ്യൽ കമ്മീഷൻ എൻക്വയറി നടത്താൻ, റിപ്പോർട്ട് കൊടുക്കാൻ. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇത്തരത്തിലൊരു പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നിയമങ്ങൾ, ചട്ടങ്ങളൊക്കെ പാലിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായി തന്നെ അദ്ദേഹം വിലയിരുത്തുകയാണ്. ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നോബൽ? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ഏകാംഗ സമിതിയാണ് ഇപ്പോൾ ഈ കേസ്, ഈ പടക്കവുമായി ബന്ധപ്പെട്ട, ഈ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പ്രധാനമായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ച അടക്കം പരിശോധിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രാഥമികമായി ഇതിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് രാമചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ വിദഗ്ധരുടെ അഭിപ്രായം തേടും. ഒപ്പം അപകടം നടന്ന സ്ഥലം കാണും, നടത്തിപ്പുകാരെ കാണും, സമഗ്രമായ വിഷയങ്ങൾ പഠിക്കും. ഇനി എന്തെല്ലാം മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിൽ ശുപാർശ സർക്കാരിന് നൽകും. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയില്ല, പക്ഷേ അവിടെ ചെന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം കൃത്യമായി പറയാൻ കഴിയും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാനുള്ള ശുപാർശ അടക്കം നൽകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. കാരണം ചൈനീസ് മാതൃകൾ അടക്കമുണ്ട്. ചൈനീസ് പടക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വർണ്ണാഭം, വെളിച്ചത്തിനാണ് കൂടുതൽ പ്രാധാന്യം, ശബ്ദത്തിനല്ല. അത്തരത്തിൽ അനുകരണീയമായ നിരവധി മാതൃകൾ, ചൈനീസ് പടക്കങ്ങളുടെ അടക്കം മാതൃകൾ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെടിക്കെട്ട് എന്നാണ് ഇതും തടയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഇത് നിരവധി ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ്. അത് മാത്രമല്ല ഇതൊരു ഉത്സവത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് വെടിക്കെട്ട് തടയണം എന്നൊരു അഭിപ്രായം തനിക്ക് ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ രക്ഷാപ്രവർത്തനം അടക്കം നടത്തണമെങ്കിൽ വാഹനങ്ങൾ ഏറ്റവും അടുത്ത് എത്തിപ്പെടേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലായിരുന്നില്ല ഈ പടക്കത്തിന് നിർമ്മാണവും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല ഷെഡുകൾ അടുത്തടുത്താണ് നിർമ്മിച്ച് ഇതൊരു വ്യാപ്തി വർദ്ധിച്ചു. കേരളത്തിൽ വലിയ ചൂടുകാലമാണ്. ഈ ചൂടത്ത് തന്നെ ഒരുപക്ഷെ ഈ വെടിമരുന്നിൽ തീ പിടിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. സാധാരണഗതിയിൽ തൃശ്ശൂർ പൂരം നടക്കുന്നു ഇതേ സമയത്ത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്ര ചൂടുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായി തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത അടക്കമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്നാൽ അത് ഈ ഘട്ടത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കൂടി അറിഞ്ഞ ശേഷം മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഏകാംഗ കമ്മീഷനെ തന്നെ വെച്ച വിവരം മാത്രമാണ് തനിക്ക് വിവരമുള്ളൂ എന്നാണ് രാമചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നത്. സർക്കാരിൽ നിന്ന് കൂടുതൽ വിശദാംശം കൂടി ലഭിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം പൂർത്തിയാക്കുക. പക്ഷേ ഉദ്യോഗസ്ഥരെ അടക്കം ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുമെന്നും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ പരിശോധിക്കും എന്നുകൂടി രാമചന്ദ്രൻ നായർ വ്യക്തമാക്കേണ്ടത്. നിലവിൽ ദില്ലിയിലുള്ളത് ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ആര്യ, ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഉഗ്രസ്ഫോടനത്തിന്റെ നടുക്കം ഇതുവരെ മാറിയിട്ടില്ല ഉഷയ്ക്കും അമ്മയായ സരസ്വതിക്കും. ശബ്ദം കേട്ട ഉടനെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. സ്ഫോടനം നടന്നതിന് മീറ്ററുകൾ അപ്പുറമുള്ള ഇവരുടെ വീടിന്റെ ജനൽ ചില്ലുകളെല്ലാം തകർന്നു. വീടിന് മുന്നിലൂടെ ദിവസവും പോയവരിൽ പലരും ഇനി ഇല്ലെന്ന ഞെട്ടലിൽ കൂടിയാണ് ഇവർ. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. സ്ഫോടനം നടന്നതിൻ്റെ മീറ്ററുകളോളം ഇപ്പുറം വരെ അതിൻ്റെ ആഘാതമേറ്റു എന്നുള്ളതാണ്. പല വീടുകളുടെയും ജനൽ ചില്ലുകളും ഓടുകളും ഒക്കെ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, അവിടെ ജനൽ ചില്ലുകളൊക്കെ തകർന്നിട്ടുണ്ട്. അവ തകർന്ന് അകത്തേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ചേച്ചി ഈ സമയത്ത് അകത്തായിരുന്നു. ആദ്യം പൊട്ടിയപ്പോൾ ഞെട്ടിയണീറ്റു നമ്മൾ. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഉഗ്ര സൗണ്ടിൽ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. കുട്ടീനെയും കൈ പിടിച്ചു ഓടി. ആ നെഞ്ചടിപ്പൊന്നും ഇപ്പോഴും വിട്ടു പോകണില്ല നമുക്ക്. ശബ്ദം കേട്ടപ്പോൾ ആദ്യം എന്താ വിചാരിച്ചിരുന്നത്? ആദ്യം എന്താണ്, ഭൂമികുലുക്കാണോ അത് വീട് തകരുകയാണോ എന്താണെന്ന് പറയാൻ പറ്റണില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ പുകയും തീയും ഒക്കെ കണ്ടപ്പോഴാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. നമുക്ക് അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് അറിയുന്നവരൊക്കെ ആയിരിക്കും. അറിയുന്നവരുണ്ട്, നമ്മളെന്നും കാണുന്നവരുമാണ്. ഇതിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോകുക. ഇതിൽ തന്നെ എന്നും പോവുക. ഇത് തന്നെ ഒരു വഴിയുള്ള അതിലേക്ക് പോകാനായിട്ട്. ഈ മുറികൾക്കകത്തൊക്കെ ഇവരൊക്കെ താമസിക്കുകയായിരുന്നു, അവർ നിൽക്കുകയായിരുന്നു. മകനായിരുന്നു തോന്നുന്നല്ലേ? അതെ, മകനായിരുന്നു. ദേഹത്തേക്ക് എന്തെങ്കിലും പതിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ മേലേക്ക് വീണു, പക്ഷെ മുറിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വീണപ്പോഴാണ് തട്ടിപ്പടഞ്ഞ് ശബ്ദം കൂടി ആയപ്പോൾ എനിക്ക് ഓടിയത്.
എനിക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് റോട്ടിലേക്ക് ഓടി പോയി. ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പുറത്തോട്ട് ഓടുക. എല്ലാവരും പുറത്തേക്ക് ഓടി. അതുപോലെ തന്നെ ഒരു പ്രായമായ ഒരു അമ്മ കൂടിയുണ്ട്. അമ്മേ, ഈ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ഇവിടെ? എന്തുട്ടൊക്കെ ഉണ്ടായിണ അവയ്ക്ക് ഒന്നും അറിയില്ല. ശബ്ദം കേൾക്കുകയാണോ ചെയ്തേ? ശബ്ദ എന്തെന്നാ ഞാൻ പറയാ, അങ്ങനെ പേടിച്ചോ അമ്മ? പേടിച്ചങ്ങനെ നാട്ടിലൊന്നും ഇടിക്കായിരുന്നു. പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഓടുക ചെയ്തേ? ഓടിയൊന്നുമില്ല, അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോയി. എന്തുട്ടാ ഉണ്ടായിണ അവയ്ക്ക് ഒന്നും അറിയില്ല. നമുക്ക് അറിയുന്നവരൊക്കെ ഉണ്ടോ അതിൽ? ഇത് പണിക്ക് പോകുമ്പോഴൊക്കെ എന്നും കാണാറുള്ളതാ. ഞാൻ മിറ്റടിക്കുമ്പോഴൊക്കെ കാണും, പണിക്ക് പോകുന്നതും വരുന്നതൊക്കെ കാണും. പെട്ടെന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. വീടിനകത്തായിരുന്നു. ഉടൻ തന്നെ ശബ്ദം കേട്ട ഉടൻ തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ട്.